ഫൈനൽ ആർഗ്യുമെന്റിലേക്ക് വീണ്ടും സ്വാഗതം. ബംഗാളിലെ മഹായുദ്ധത്തിൽ ആദ്യഘട്ടം നാളെ വിധിയെഴുതുകയാണ്. വടക്കൻ ബംഗാളിലാണ് വിധിയെഴുത്ത്. BJPക്ക് അപ്രമാദിത്വമുള്ള മേഖല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ 54-ൽ 30 മണ്ഡലവും അവർക്കാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ 8ഉം BJPക്കാണ്. ഇത്തവണ 48 മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്നാണ് BJPയുടെ അവകാശവാദം. വടക്കൻ ബംഗാളിൽ BJPയെ പിടിച്ചുകെട്ടാൻ തൃണമൂലിനാവുമോ? തെക്കൻ ബംഗാളിൽ സീറ്റെണ്ണം കൂട്ടാൻ എന്ത് ഫോർമുലയാണ് മമതാ ബാനർജി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത്? അജിംസ്, പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് ഇത്തവണ പിടിച്ചെടുക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് BJP ഉള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അധ്വാനം BJP അവിടെ നടത്തിയതാണ്. പക്ഷേ അതിൻ്റെതായ ഫലം അവർക്ക് ലഭിച്ചിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ 1-2 വർഷങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. BJP അവരുടേതായ എല്ലാ തന്ത്രങ്ങളും അവിടെ പയറ്റുകയും ചെയ്തിട്ടുണ്ട്. BJPയുടെ സാധ്യത എത്രത്തോളമുണ്ട്? തൃണമൂലിന് അവരെ പിടിച്ചുകെട്ടാൻ സാധിക്കുമോ? 3 കാര്യങ്ങളാണ് ഈ ബംഗാളിൽ ടൂർ നടത്തുന്ന മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കുന്നത്. ബംഗാളിൽ കുറിയുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വോട്ടർമാരുടെ മൗനമാണ്. ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾ ഏത് പാർട്ടിയെ പിന്തുണയ്ക്കുന്നതെന്ന് തുറന്നു പറയാൻ ബംഗാളികൾ മടിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. സാധാരണ ബംഗാളിൽ അങ്ങനെയല്ല. തങ്ങളുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്താണെന്ന് തുറന്ന് പ്രഖ്യാപിക്കാൻ അവർക്കൊരു മടിയുണ്ടായിരുന്നില്ല. കുറേ കൂടി പൊളിറ്റിക്കലായിട്ടുള്ള വോട്ടർമാരാണ്. അതിന് ഒരു കാരണം BJP എങ്ങാനും വരുമോ എന്ന ഭയം ഉണ്ടാകാം. ഇനി തൃണമൂൽ തന്നെ തുടരുമോ എന്നോ. രണ്ടായാലും വയലൻസിന് സാധ്യതയുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ബംഗാളിൽ വലിയ വയലൻസ് ഉണ്ടായി. ആ വയലൻസിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, വയലൻസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതുവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടായിരുന്ന BJP നേതാക്കൾ പ്രാദേശിക BJPകളെ മഷിയിട്ട് നോക്കിയിട്ട് കാണാനുണ്ടായിരുന്നില്ല. അതായത് അടികൊള്ളാൻ വോട്ടർമാരും താഴെക്കടലുള്ള പ്രവർത്തകർ നേതാക്കളൊക്കെ സ്ഥലം വിട്ടു എന്നൊരു ആക്ഷേപം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുറി അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആളുകൾ ഇത് പറയാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഭരണമാറ്റം വരുന്നതിൻ്റെ സൂചനയാണോ എന്ന് ചിലർ സംശയിക്കുന്നുണ്ട്. അതായത് തൃണമൂലിനെതിരായിട്ടൊരു വികാരമുണ്ട്, ആളുകൾ വോട്ട് ചെയ്യും തൃണമൂലിനെതിരെ, ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് വായിക്കുന്നവരുണ്ട്. അതല്ല, ഇനി തൃണമൂലിനെ തന്നെ വോട്ട് ചെയ്താൽ നാളെ BJPക്കാർ നമ്മൾ ഉപദ്രവിക്കുമോ എന്ന രീതി ഉണ്ടായിരിക്കുന്നതാണോ എന്നും ആളുകൾ സംശയിക്കുന്നുണ്ട്. അതിലൊരു വ്യക്തതയില്ല. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന സുരക്ഷാ ഭീഷണി തന്നെയാണ്. അതായത് BSF, CRPF എന്ന് തുടങ്ങി സകലമാന കേന്ദ്രസേനയും ബംഗാളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുവരെ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും കാണാത്ത രീതിയിൽ അതിശക്തമായ കേന്ദ്ര സൈന്യത്തിന്റെ ഡിപ്ലോയ്മെന്റ് ആണ്. അതായത് ഒരിക്കൽ പോലും ബംഗാളിൽ വയലൻസ് ഉണ്ട്, അവിടെ കേന്ദ്രസേന ഇറങ്ങാറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. മുഴുവൻ സംവിധാനങ്ങളെയും ബന്ദിയാക്കിക്കൊണ്ട് കേന്ദ്രസേനയുടെ ഒരു അപ്രമാദിത്വം അവിടെയുണ്ട്. ഇത് ബംഗാൾ വോട്ടർമാരിൽ സൃഷ്ടിക്കുന്ന ഒരു കേന്ദ്ര വിരുദ്ധതയുണ്ട്. കാരണം ഇങ്ങനെയാണ് വോട്ടെടുപ്പ് നടത്തേണ്ടത്. ഇതെന്തിൻ്റെ സൂചനയാണ്? ഇത് സെക്യൂരിറ്റിക്ക് വേണ്ടി തന്നെയാണോ, അതല്ല വോട്ടർമാരെ ഭീഷണിപ്പെടുത്താനാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. നമുക്കറിയാം, ഈ ബീഹാറിലൊക്കെ ബീഹാറിലും UPയിലും തെരഞ്ഞെടുപ്പിൽ ആളുകളെ വോട്ട് ചെയ്യാൻ വരുന്നവരെ ഭയപ്പെടുത്തി തിരിച്ചയക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെ പോലീസുകാർ. ഇത് കേന്ദ്രസേന ഇങ്ങനെ വന്ന് ഇറങ്ങിയെന്നാൽ ആളുകൾ നിർഭയമായി വോട്ട് ചെയ്യാൻ വരികയാണ് ചെയ്യുക, അതല്ല ആളുകൾ പേടിച്ച് വീട്ടിലിരിക്കുകയാണ് ചെയ്യുക എന്നൊരു ചോദ്യം ഈ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കിടയിലുണ്ട്. മൂന്നാമത്തെ കാര്യം SIR ആണ്. സ്വാഭാവികമായി SIR ഇപ്പോൾ നൗഫൽ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വടക്കൻ ബംഗാളിൽ BJPക്ക് ആധിപത്യമുണ്ട്, തെക്കൻ ബംഗാളിൽ അത് തൃണമൂലിൻ്റെ ആധിപത്യം തകർത്ത് അവർക്ക് കൂടുതൽ നേട്ടം ഉണ്ടാകാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SIR ഏത് കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചാണ് ബംഗാളിൽ നടപ്പാക്കിയത് എന്നുള്ള ചോദ്യമാണ്. സ്വാഭാവികമായ ആളുകൾ സംശയിക്കുക മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല. അവിടെ SIRൽ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടതിൽ 60% ദലിത് ഹിന്ദുക്കളാണ്. പ്രത്യേകിച്ച് മധുവ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ദലിത് ഹിന്ദുക്കളുടെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടുള്ളത്. ഈ ദലിത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ബംഗ്ലാ മോചന കാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായി ബംഗാളിലെത്തിയ ആളുകളാണ്. അപ്പോൾ അവരെ NRC പ്രശ്നം അവർക്കെതിരെ ഉണ്ടായിരുന്നു, NRCയുടെ വാൾ അവർക്കെതിരെ ഉണ്ടായിരുന്നു. CA പ്രഖ്യാപിച്ചപ്പോഴും അവർ പ്രൊട്ടസ്റ്റുമായി തെരുവിലിറങ്ങിയിരുന്നു. അവരെ BJPയോടൊപ്പം ചേർക്കാൻ ഞങ്ങൾ പൗരത്വം തരാമെന്നുള്ള തുടങ്ങിയുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ കണ്ടതാണ്. ഇപ്പോഴത്തെ പ്രശ്നം SIRൽ നിന്ന് ഇവർ കൂട്ടമായി വെട്ടിനിർത്തപ്പെട്ടതോടെ തെക്കൻ ബംഗാളിലെ BJP നേതൃത്വം, അതായത് ലോക്കൽ BJP നേതൃത്വം BJPക്കെതിരെ രംഗത്ത് വരികയും അവരിൽ ഈ തെക്കൻ ബംഗാളിലെ പല മണ്ഡലങ്ങളിലും BJPക്ക് വിമതന്മാരുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് അവർ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അത് അവരുടെ സാധ്യത ഇല്ലാതാക്കുകയാണ് ചെയ്യുക. അപ്പോൾ വടക്കൻ ബംഗാളിൽ അവർ ആധിപത്യം നിലനിർത്തിയാൽ പോലും ബംഗാൾ പിടിക്കണമെങ്കിൽ തെക്കൻ ബംഗാളും പിടിക്കണം. ഈ തെക്കൻ ബംഗാൾ പിടിക്കണമെങ്കിൽ SIR എന്ന ഇഷ്യൂ ബാധിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റിയെ BJPക്ക് അടക്കി നിർത്തേണ്ടി വരും. അത് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആരോഷം അവിടെയുണ്ട്. അതുകൊണ്ട് ഇക്കുറി ബാലറ്റിലൂടെ അധികാരത്തിലെത്താം എന്ന BJPയുടെ മോഹം നടക്കും എന്ന് തോന്നുന്നില്ല. ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്, ഈ 3 പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. പക്ഷേ ബാലറ്റിലൂടെ മാത്രമല്ല BJP അധികാരത്തിലെത്തുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും നടക്കുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം. പ്രമോദ്, ഈ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കുക എന്നുള്ള വ്യാജേന ഡീലിമിറ്റേഷൻ നടപ്പാക്കാനുള്ള BJPയുടെ ശ്രമം നമ്മൾ കണ്ടതാണ്. ആ ശ്രമം ഇന്ന് വനിതാ സംവരണ ബില്ലിനെതിരെ, വനിതാ സംവരണത്തിനെതിരെ
തൃണമൂലിൽ നിന്നു കോൺഗ്രസ് നിന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ബംഗാൾ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. അത് തന്നെ ആയിരിക്കില്ല സാധ്യത. ബംഗാളിലെ വനിതകളെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് BJPയുടെ വലിയ വെല്ലുവിളി. കാരണം മമതാ ബാനർജി എന്ന് പറയുന്ന വനിതാ നേതാവാണ് അവിടെ വനിതകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും വനിതകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അപ്പം വനിതകളെ പിടിക്കുക എന്നുള്ള BJPയുടെ ലക്ഷ്യം ഇത്തവണ നടപ്പിലാക്കാൻ സാധിക്കും. അത് ഏറെക്കുറെ നന്നായി തന്നെ പ്രതിരോധിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പ്രചാരകരിലൊരായ അഭിഷേക് ബാനർജിയാണല്ലോ മമതയുടെ മരുമകൻ. അപ്പോൾ അഭിഷേക് ബാനർജിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 പ്ലാങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്നത് മമതയെ ഒറ്റയ്ക്കും ഇപ്പോൾ ഇവിടെ അജിൻസ് പറഞ്ഞ പോലെ കേന്ദ്ര പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, BJPയുടെ നേതാക്കൾ, പട്ടാളം, പോലീസ്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ വരെ എല്ലാവരും മറുപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ്. അപ്പോൾ മമതാ ബാനർജി എന്ന ഒരൊറ്റ സ്ത്രീ മതി അവർ ഈ പറയുന്ന എല്ലാ സ്ത്രീ വിരുദ്ധ സ്ഥാനത്തെയും ഇല്ലാതാക്കാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം എന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ അക്കാര്യത്തിലൊന്നും സ്ത്രീകളുടെ വോട്ട് മമതയ്ക്ക് നഷ്ടമാകും ഈ ഒരു ഒറ്റ കാരണം കൊണ്ടൊന്നും വിശ്വസിക്കാനേ കഴിയില്ല. പക്ഷേ മറ്റൊരു കാര്യം, BJP എവിടെ എന്തെങ്കിലും ഇതിൽ കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകളാണ് അവർ നേടിയത്. അതിൽ കൂടുതൽ സീറ്റുകളിലേക്ക് അവർ വരണം എന്ന് പറഞ്ഞ് വലിയ മുന്നേറ്റമാണ് നടത്തേണ്ടത്. അവിടെ 294 സീറ്റുകളാണ്. അപ്പോൾ വലിയ മുന്നേറ്റം നടത്തണം. അതിനനുകൂലമായി എന്ത് സാഹചര്യമാണ് ബംഗാളിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്താണ് അവിടെയുള്ളത്? ഒരുപക്ഷെ ഈ ഇപ്പോൾ നടത്തിയിരിക്കുന്ന SIR അതിനകത്ത് ഒരു പങ്ക് വഹിച്ചേക്കാം. കാരണം 90 ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. 90 ലക്ഷം ആകെയുള്ള വോട്ടർമാരിൽ അതിൽ 60 ലക്ഷം പേരാണ് ആദ്യം തന്നെ ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ആ പട്ടികയിൽ തന്നെ ഏതാണ്ട് 30 ലക്ഷം മറ്റോ ഒഴിവാക്കപ്പെട്ടിരുന്നു. പിന്നീട് അഡ്ജുഡിക്കേഷനിലേക്ക് വെച്ചതാണ് ഈ 60 ലക്ഷം പേരെ. ഈ അഡ്ജുഡിക്കേഷൻ കഴിഞ്ഞപ്പോൾ അതിൽ 20 ലക്ഷം പേരെ പിന്നെയും ഒഴിവാക്കി. ഈ 20 ലക്ഷം പേരുടെ കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി വിട്ടിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ 20 ലക്ഷം പേരിൽ പലരും അവരുടെ ഇപ്പോൾ സാധാരണ നമുക്ക് നമ്മുടെ വ്യക്തമായ ഒന്നുകിൽ 2002 പട്ടികയിൽ പേരുണ്ടാകണം. അതിൽ ആ പേരുള്ളതിനൊപ്പം തന്നെ ആരെങ്കിലും നമ്മുടെ ഒരാളുടെ കണക്ഷനും കൂടി നമുക്ക് വേണമല്ലോ. അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ആളുകൾക്ക് പോലും ഒരു എന്താ പറയുക ലോജിക്കൽ ഡിസ്ക്രപ്പൻസി എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് യുക്തിഭദ്രമായ ഒരു എന്താ പറയുക ഒരു ശരിയല്ലായിക, അതാണ് അവർ മുൻനിർത്തി ഈ ഇലക്ഷൻ കമ്മീഷൻ കണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഒരു സംഗതി എന്നാണ് പറയുന്നത്. എന്താ ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാൽ അച്ഛനും മകനും തമ്മിലുള്ള പ്രായ വ്യത്യാസം, മകനും മുത്തച്ഛനും തമ്മിലുള്ള പ്രായ വ്യത്യാസം, ഇത് കണ്ടിട്ട് ഇത് വെച്ചിട്ട് ധാരാളം പേരെ ഒഴിവാക്കിയതാണ്. ആ ഒഴിവാക്കിയത് സുപ്രീം കോടതി അവസാനം ഒരു ട്രൈബ്യൂണലിനെ നിയോഗിച്ചിട്ട് ആ ട്രൈബ്യൂണൽ അവസാന ദിവസം വരെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും 2 ദിവസം മുന്നേ പൂട്ടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരമാവധി നിലയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നുള്ളൂ. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള നല്ല സാധ്യതയുള്ള കാര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് പേരുടെ അതോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ജില്ലയാണ് മുർഷിദാബാദ്. മുസ്ലിം മൈനോറിറ്റി വലിയ തോതിൽ സ്വാധീനമുള്ള ജില്ല. അവിടെ 11 ലക്ഷത്തിൽ പരം വോട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നാളെ വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത് 7 ലക്ഷത്തിൽ പരം. 4 ലക്ഷത്തിൽ പരം വോട്ട് മുർഷിദാബാദ് ജില്ലയിൽ മാത്രം കുറഞ്ഞു. 4 ലക്ഷത്തിൽ പരം വോട്ട്. അപ്പോൾ അത് നിർണായകമായൊരു കാര്യമാണ് SIR എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന പോലെ നമ്മളിവിടെ കണ്ടതുപോലെയല്ല, അത് അസമിൽ നേരത്തെ തന്നെ നടത്തി, 2023 നടത്തി. ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പിലും കൂടി അത് നടപ്പാക്കിയിരിക്കുകയാണ്. അത് BJP തീർച്ചയായിട്ടും ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുന്ന ഒരു സംഗതിയാണ് അവിടെ. വിഷാദൻ എന്താ തോന്നുന്നു? അല്ല, ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കേരളവും തമിഴ്നാടും കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ കാണുന്ന സംഗതികളൊക്കെ തന്നെയാണോ തെരഞ്ഞെടുപ്പിൽ ഫലമായി പ്രവർത്തിക്കുക എന്ന് ചോദിച്ചാൽ ഹരിയാനയെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു പ്രവചനം എന്തായിരുന്നു? നമ്മൾ കണ്ടത് എന്താണ്? ഗുസ്തി താരങ്ങളുടെ സമരം, കർഷകരുടെ സമരം, ഇവയെല്ലാം വലിയ തോതിൽ പ്രവർത്തിക്കുകയും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ പോവുകയും ചെയ്തു നമ്മൾ വിചാരിച്ചു. ആദ്യത്തേക്കാൾ ട്രെൻഡ് കണ്ടപ്പോഴും തോന്നി അങ്ങനെയാണ്. പക്ഷേ ഫലം വന്നപ്പോൾ എന്താ സംഭവിച്ചത് നമ്മൾ കാണുന്നു. അത്ഭുതപ്പെട്ടു പോയി, എന്താണ് ഹരിയാനയിൽ സംഭവിച്ചത് നാം എല്ലാവരും. പിന്നീട് ഒരു ദിവസം രാഹുൽ ഗാന്ധി വന്നൊരു വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്താണ് ഹരിയാനയിൽ സംഭവിച്ചത് എന്ന്. അപ്പോൾ അധികാരം നിലനിർത്താനും പിടിച്ചെടുക്കാനും പലതരത്തിലുള്ള വഴികളെ സംഘപരിവാരം പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇതിലെ ഒരു സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കുമെന്ന് അവലോകനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും, ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്താലും ഫലം എങ്ങനെ വരുമെന്നുള്ള ആശങ്ക അതിൽ പ്രവർത്തിക്കുന്ന കക്ഷികൾക്ക് തന്നെയുള്ള കാലമാണ്. നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ SIR എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപ് കാർഡ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്.
ഏറ്റവും അവസാനം അസാധാരണമായി 7 ലക്ഷത്തോളം വോട്ടുകൾ കൂട്ടിച്ചേർത്തു. അതിനെക്കുറിച്ച് പോലും അവിടെ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് പരാതിയുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നു. പല പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നും ആളുകളെ മാർക്ക് ചെയ്ത് വെട്ടിക്കളയുകയും ചെയ്തിരിക്കുകയാണ്. സോ SIR ഒരു കീ റോൾ നിർവഹിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ബംഗാളിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ ശരിയാണ്, മമതാ ബാനർജിക്കെതിരെ ഭരണവിരുദ്ധ വികാരവും ഒരു വശത്തുണ്ട്. എന്നാൽ അതേസമയം മമതാ ബാനർജിക്ക് അനുകൂലമായിട്ടുള്ള വലിയ കൺസോളിഡേഷനും ഒരു വശത്തുണ്ട്. അത് രണ്ടും അവിടെ നിൽക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും കാത്തുവെച്ചിരിക്കുക എന്നറിയാൻ, അത് ജനങ്ങളുടെ മനസ്സിലുള്ളത് തന്നെയാണോ ഫലമായിട്ട് പുറത്തു വരാൻ പോകുന്നുള്ള കടുത്ത ആശങ്കയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. എന്ന് വെച്ചാൽ മമതാ ബാനർജിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള യാഥാർത്ഥ്യം. ഈ സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ സർക്കാർ BJPയോട് പോരാടുകയാണ്. ബംഗാൾ സ്വത്വം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഈ സർക്കാരിന് വോട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും വോട്ടില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഫലം എന്തായിരിക്കും? 146 സീറ്റ് വേണം ഭരിക്കാൻ. അതിലേക്ക് BJP എത്തുമെന്ന് ചോദിച്ചാൽ കുറച്ച് വലിയ ടാസ്ക്കാണ്, നേരത്തെ സാറ് പറഞ്ഞ പോലെ. പക്ഷേ BJP അങ്ങനെ പലപ്പോഴും നമ്പറുകൾ കൊണ്ട് ഞെട്ടിച്ചിട്ടുള്ള പാർട്ടി. അവർക്ക് ഉന്നയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശ് ഇതാണല്ലോ, ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ. ഈ 2 നിന്ന് 77 എത്തിച്ച പാർട്ടിയാണ്. അതാണ് അത് ഇനിയിപ്പോ ഈ പറയുന്ന രീതിയിൽ അതിന്റെ ഇരട്ടി ആക്കാൻ അതേ വിഷയം ഉപയോഗിക്കുന്നത്. നമുക്ക് ഏതായാലും രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബംഗാളിലേത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.